ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി കോമ്പോസ് ആണ് കേട്ടോ. ഒരു 6 കോമ്പോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ തന്നെയാണ്. ക്ലിയർ സെയിൽ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ കോംബോ വളരെ വ്യക്തമായിട്ടൊന്ന് കാണുക. കാരണം അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് കുറച്ച് ക്ലിയർ സെയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് കൂടിയിട്ട് ഫോളോ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. സീസൺ പോകുക എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞാലും നമുക്ക് പിന്നെ പ്ലാന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഈ വർഷം ബോഗൻവില്ലയുടെ അത്രയ്ക്ക് എൻക്വയറി കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നഴ്സറിക്കാർ ഇങ്ങനെ പ്രൊഡക്ഷൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്ലാന്റ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവ വെരിഗേറ്റഡും ഡബിൾ കളർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എനിക്കിതിൻ്റെ ഐഡി കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ പ്ലാന്റുകൾ അപ്പോൾ ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ. കോംബോ ചൂസ് ചെയ്തിട്ട് ഓരോരുത്തരും അതിൻ്റെ സൈസ് ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ടോട്ടലി എല്ലാ പ്ലാന്റ്സിൻ്റെയും വ്യക്തതയോട് കൂടിയിട്ടുള്ള സൈസ് എല്ലാം കാണിക്കുന്ന രീതിയിലാണ് വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ വെരിഗേറ്റഡും ഒരു ഡബിൾ കളറാണ്. ഈ കളറ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്ലാന്റിൻ്റെ കളറ്. ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾക്ക് പൂക്കളില്ല, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതാണ് ഇവയുടെ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. ഇവ മെയിനായിട്ടും ഹാങ്ങിങ് പോട്ട്സിനാണ് ഉപയോഗിക്കുന്നത്. ഹാങ്ങിങ് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ആ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സൈസായിട്ടുള്ള ഇവയും അതുപോലെ തന്നെ ഇതാണ് ഡബിൾ കളർ വരുന്ന പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. രണ്ടും തന്നെ അത്യാവശ്യം നല്ല മെച്യൂറാണ്. തൈ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ പ്രാവശ്യത്തെ എല്ലാ കോമ്പോസിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സിനും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെച്യൂരിറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒന്നും ചെറിയ പ്ലാന്റുകളല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് 800 രൂപയാണ് കേട്ടോ. ഇവ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഡബിൾ കളർ പ്ലാന്റിൻ്റെ പൂവിൻ്റെ കളർ കേട്ടോ. ഈ മിക്സിംഗ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഐഡിയ അറിയത്തില്ല, അധികം സ്റ്റോക്ക് ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഐഡി ഇല്ലാണ്ട് ഇതിടുന്നത്. അപ്പോൾ 800 രൂപയാണ് ഇവയും ഈ ഒരു ഡബിൾ കളറും. നെക്സ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പ്ലാന്റുകളാണ് വരുന്നത്. 8 പ്ലാന്റുകൾക്കും കൂടിയിട്ട് 1500 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാം തന്നെ നല്ല വലിയ പ്ലാന്റുകളാണ്. 8 പ്ലാന്റ്സിനും കൂടിയിട്ട് 1500 രൂപയാണ്. അപ്പോൾ പ്ലാന്റുകളുടെ കളറെല്ലാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൈസ് നോക്കിക്കൊള്ളുക. ഇത് കിങ് മാർബിൾ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഇത്രയും വലുതാണ് കേട്ടോ. എല്ലാം തന്നെ അത്യാവശ്യം തൈ പിടിപ്പിക്കാൻ പാകത്തിന് തന്നെയുള്ള വളർച്ചയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് തിമയാണ്. തിമയുടെ പിങ്ക് കളറാണ്. ഇത് നെക്സ്റ്റ് ഈ ഒരു പിങ്ക് പർപ്പിളോ ആ ഒരു കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഇരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറാണ്. ഇത് ലാവൻഡർ കളറാണ്. 1-2 പ്ലാന്റ്സുകളുടെ ഐഡിയ എനിക്ക് ക്ലിയർ ആണ്. ബാക്കി പൂക്കൾ പോയതുകൊണ്ട് ഐഡിയ ക്ലിയർ അല്ല. പക്ഷേ ആ ഒരു സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ പറയുന്നതാണ് കേട്ടോ. ദെൻ മഹാര വൈറ്റ്, ഇത് ഡോക്ടർ റാവുവിൻ്റെ ആ ഒരു പർപ്പിൾ റെഡ് കളറാണ് കേട്ടോ. മിക്സിംഗ് ആണ്. അപ്പോൾ ഇത്രയായിട്ടുള്ള 8 പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം പ്രൂൺ ചെയ്യേണ്ടതും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക്, തൈ പിടിപ്പിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത്രയും 8 പ്ലാന്റുകളാണ് കേട്ടോ. ഈ 8 പ്ലാന്റും ഹൈബ്രിഡ് തന്നെയാണ്. ഹൈബ്രിഡ് വെറൈറ്റികളുടെ ഇതുണ്ട്. എല്ലാം വെട്ടിക്കളയേണ്ടതായിട്ടുള്ള വലിപ്പത്തിലായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് എല്ലാം കൂടിയിട്ടാണ് 1500 രൂപ കോംബോ റേറ്റ് വരണത്. കളേഴ്സ് വ്യക്തമായിട്ട് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കോംബോ നമ്മുടെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് അടർന്ന മഹാറാണിയാണ്. 1800 രൂപയാണ്. ഈ ഒരു സൈസിലോട്ടുള്ള ഇത് മഹാറാണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഫ്ലവർ കൊഴിയാറായിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയൊക്കെ എന്നും മഴയാണ്, എല്ലാ ദിവസവും മഴയാണ്. ഈ കാണുന്നതൊക്കെ പൂക്കൾ പോയേക്കണതാണ്. അപ്പോൾ മഹാറാണിയുടെ ഇതും പൊഴിയാറായിട്ടിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരണത്. ഇത് അടർണയാണ് കേട്ടോ. അടർണ കുറച്ചുകൂടെയും എപ്പോഴും അറിയാമല്ലോ, സെൻസിറ്റീവ് കൂടുതൽ പ്ലാന്റ് മഹാറാണിയാണ്. അടർണ കുറച്ചുകൂടെയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പൂക്കളിന് ഗ്യാരണ്ടി പറയുന്നില്ല. വെരിഗേഷൻ കയറി വന്നിട്ടുള്ള അടർണയാണ്. നല്ല രീതിയിൽ എല്ലാം ഇരിക്കുന്നതും വെരിഗേഷൻസ് ആയിട്ടുള്ള അടർണ പ്ലാന്റ് മാത്രമാണ് കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ ക്ലിയർ സെയിലിൽ കൊടുത്തിരുന്നു. സൈസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് രണ്ടും കൂടിയിട്ടുള്ള കോംബോയാണ് 1800 രൂപയാണ് കേട്ടോ വരണത്. അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ്. നന്നായിട്ട് മെച്യൂറായ പ്ലാന്റാണ്. കട്ട് ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. തേർഡ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലീസിൻ്റെ വെറൈറ്റികളാണ്. ഒന്നും കവർ പാക്കറ്റ് അല്ല, നല്ല മെച്യൂറായിട്ടുള്ള പ്ലാന്റുകളാണ്. ഒരുപാട് കട്ട് ചെയ്യാനായിട്ട് പാകത്തിന് വലിപ്പം വന്നേക്കുന്ന പ്ലാന്റുകളാണ്. ഫ്ലവർ ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ. കുറച്ച് പ്ലാന്റുകളിൽ മാത്രമേ ഫ്ലവർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്ലവർ ഇല്ല. എനിക്ക് ഐഡിയ കറക്റ്റായിട്ട് അറിയാം. ഞാൻ അങ്ങനെ തന്നെയാണ് പ്ലാന്റുകൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. പ്ലാന്റ് ഒന്നും മാറിപ്പോകത്തില്ല. ഫ്ലവർ ഇല്ലെങ്കിലും ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്യാൻ
തൈ പിടിപ്പിക്കാനായിട്ട് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു 10-20 തൈ വരെ ഓരോ പ്ലാന്റിലും പിടിപ്പിക്കാൻ പാകത്തിന് മെച്യൂറായ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ചില്ലീസൊക്കെ ആണെങ്കിലും മിനിമം ഒരു 10 എണ്ണെങ്കിലും കിട്ടും. കാരണം നമുക്ക് വലിയ കട്ടിയായിട്ടുള്ള കമ്പൊന്നും വേണമെന്നില്ല ഈ തൈ പിടിപ്പിക്കാനായിട്ട്. നല്ല മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് മെച്യൂറായിട്ടുള്ള പ്ലാന്റിൻ്റെ കമ്പുകൾ മതി. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിപ്പിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഈസി ആയിട്ട് കുറേ പ്ലാന്റുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചില്ലി ഐസ്ക്രീമിൻ്റെ സൈസാണ്. തൊട്ടിപ്പുറം ഇരിക്കുന്നത് ചില്ലി ഓറഞ്ചാണ്, ഇത് ചില്ലി യെല്ലോയാണ്, ദെൻ ചില്ലി റെഡ്. അപ്പം ചില്ലി റെഡ് മാത്രമാണ് കുറച്ച് മറ്റേനെ അപേക്ഷിച്ച് ഒരു കുറച്ച് ശിഖരങ്ങൾ കുറവുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല പ്ലാന്റാണ് കേട്ടോ. അത് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരണത് 4 പ്ലാന്റിനും കൂടിയിട്ട് 1200 രൂപയാണ്. കവർ പാക്കറ്റ് അല്ല, വളർന്ന മെച്യൂറായ അത്യാവശ്യം നല്ല പ്ലാന്റാണ്. ഇത്രയും മഴ കൊണ്ടിട്ടും ഇത്രയും ഇത്രയും ഇലകളോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെയാണ് അത് ഇരിക്കുന്നത്. അത്ര ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 4 പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റ് ആണെന്നുള്ളത് ക്ലിയർ ആണ്. കാരണം നമ്മളിത് വന്ന സമയത്ത് 1500 കോംബോ ഇട്ടിരുന്നു ഈ സെയിം സൈസുള്ള പ്ലാന്റുകൾ. ഇപ്പോൾ നമുക്ക് കുറച്ച് റീസ്റ്റോക്കും വന്നിട്ടുണ്ട്. റെഡൊക്കെ റീസ്റ്റോക്ക് വന്നതാണ്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ ഐസ്ക്രീമും റെഡും റീസ്റ്റോക്കാണ് കേട്ടോ. യെല്ലോ ഓറഞ്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 കൂടിയിട്ട് കോംബോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സോടെ എടുത്ത് അങ്ങനെ കോംബോ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റുകളുടെ ഫ്ലവർ കളേഴ്സ് കേട്ടോ. 4 എണ്ണം ചില്ലീസ് കോംബോ 1200. നെക്സ്റ്റ് കോംബോ എല്ലാം നല്ല അടിപൊളി റെയർ പ്ലാന്റ്സ് തന്നെയാണ്. ബ്രിസ പീച്ച്, ഇവ വെരിഗേറ്റഡ്, ബ്ലൂബെറി ഐസ്, തായ് ഡിലൈറ്റ്. നല്ല വലിയ പ്ലാന്റുകളാണ്. 2200 കോംബോ റേറ്റ് വരണത്. ഈ ബ്രസയൊക്കെ ഇത്രയും വലിപ്പമുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്യാൻ പാകത്തിനുള്ളത് തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ മെച്യൂറായ പ്ലാന്റുകൾ കട്ട് ചെയ്യാമെന്ന് എടുത്തു പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തൈ പിടിപ്പിക്കുന്നവർക്കോ ചെറുതായിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യണവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മെച്യൂരിറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് ബ്രസയുടെ സൈസ് വരണത്. ഇത്രയും വലിയ പ്ലാന്റാണ്. കട്ട് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പോൾ കൈ പിടിച്ചിരിക്കുന്നത് നമ്മളുടെ ഇവ വെരിഗേറ്റഡ് ആണ്. ഇവയിൽ അധികം പൂക്കൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് തന്നെ മോഡലിന് എടുക്കുന്നത് കേട്ടോ. അതായത് തായ് ഡിലൈറ്റ് ആണ്. കട്ട് ചെയ്യാൻ പാകത്തിനുള്ളത് തന്നെയാണ്. ഇത് ബെറി ഐസ്. അപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാം വലിയ പോട്ടിനകത്ത് ഇരിക്കുന്ന പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് പോട്ട് ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് നെക്സ്റ്റ് ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ വേണമെങ്കിൽ പോട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ തന്നെ മഴ ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും തന്നെ മഴയാകുമ്പോഴേക്കും ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സമയത്ത് തന്നെയാണ് ബോഗൻവില്ലയുടെ പ്രൊപ്പഗേഷനും ചെയ്യേണ്ടതായിട്ടുള്ള ടൈമിങ്. ഇപ്പോൾ ആരും പ്രൊപ്പഗേഷനൊന്നും ചെയ്യരുത്. ആ ഒരു മഴയൊക്കെ പിടിച്ച് ആ ഒരു ഒക്ടോബർ സെപ്റ്റംബറിനുള്ളിലാണ് ഏറ്റവും നന്നായിട്ട് പ്രൊപ്പഗേഷൻ്റെ ടൈം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കട്ടും ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടിന്യൂ മഴ പെയ്യുന്ന സ്ഥലത്ത് ഹൈബ്രിഡ് ഐറ്റംസ് വയ്ക്കരുത്. ഇലയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതാണ് 2200 4 നല്ല റെയർ വെറൈറ്റി. ബ്രസയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ 4 നല്ല റെയർ വെറൈറ്റി ഉള്ള പ്ലാന്റിനാണ് ഈ ഒരു വില വരുന്നത്. അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ 6 പ്ലാന്റാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്ലാന്റുകളാണ്. സൺഷൈൻ, ബെറി, ചോക്ലേറ്റ്, സൂഫി ഇന്ത്യാന, ചിത്ര, തായ് ഡിലൈറ്റ്. എല്ലാം മെച്യൂർ ആയിട്ടുള്ള കട്ട് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് വന്നിട്ട് സൺഷൈൻ ആണ്. സൺഷൈൻ്റെ 8 കളർ വെറൈറ്റിയിൽ വരണ സൺഷൈനാണ്. മറ്റേ യെല്ലോ മാത്രം വരണതല്ല കേട്ടോ. കളർ വ്യത്യാസം കയറി വരണതാണ്. സൈസ് ക്ലിയർ ആയിട്ട് നോക്കുക. ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ദെൻ ബെറി, ദെൻ ഇത് ചോക്ലേറ്റ്. ഇത്രയും വലുത് തന്നെയാണ് ചോക്ലേറ്റ്. എല്ലാ പ്ലാന്റുകളും എത്ര വേണമെങ്കിലും തൈ എടുക്കാൻ പാകത്തിന് വളർച്ച എത്തിയിട്ടുള്ള വലിയ പോട്ടിനകത്ത് ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ 6 പ്ലാന്റുകളുടെ വില വന്നിട്ട് 3500 രൂപയാണ്. അത്യാവശ്യം ഒന്നും ചെറിയ പ്ലാന്റ് അല്ല. എല്ലാം 1 ഇയർ വലുപ്പമായിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്ക് കവർ സൈസ് പ്ലാന്റുകൾ വരുമ്പോഴേക്കും ലോ റേറ്റും ലോ ബഡ്ജറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അഫോർഡായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം വളർന്നതായതുകൊണ്ട് തന്നെ ഈ നഴ്സറിയിൽ നിന്ന് അങ്ങനെയാണ്. ചെറിയ കവറിനൊരു വില, ഒരു കുറച്ച് കവർ സൈസ് മാറുമ്പോൾ വേറൊരു വില. അതൊന്ന് പോട്ടിനകത്തേക്ക് തന്നെ 3 പ്രാവശ്യമായിട്ടാണ് ഓരോ പോട്ട് ചേഞ്ച് ആക്കുന്നത്. ആ ഓരോ പോട്ടിനും വ്യത്യസ്തമായിട്ടുള്ള വിലകളാണ് കേട്ടോ. ഞാനിവിടെ ഒന്നും കവറിൽ നിന്ന് വന്ന് ബോട്ടിനകത്തേക്ക് വെച്ച് അങ്ങനെ സെയിൽ ചെയ്യുന്നതല്ല. നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ്. എല്ലാം മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റാണ്. എല്ലാം തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കംഫർട്ടായിരിക്കും, നല്ല അഫോർഡായിരിക്കും. കണ്ടില്ലേ, എല്ലാം നല്ല മെച്യൂർ ആയിട്ടുള്ള തൈകളും സ്റ്റെമും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്നൊരു 6 കോംബോ ആഡ് ചെയ്തിട്ടുണ്ട്. 6 കോംബോയുടെയും റേറ്റും സൈസും എല്ലാം വ്യക്തമാക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും യൂഷ്വലി പറയുന്ന പോലെ നമുക്ക് വിത്ത് പോട്ട് DTDCയോ പെറ്റ് സർവീസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. കൊറിയർ ആണെങ്കിൽ മെയിനായിട്ടും DTDCയും അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റാണ് ചെയ്യുന്നത്. വണ്ടിയിലാണെങ്കിൽ ഹോം ഡെലിവറികൾ അവൈലബിൾ ആണ്, പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ കംഫർട്ടാണ് പ്ലാന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നുള്ള സർവീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പെറ്റ് സർവീസ് ആണെങ്കിൽ നമ്മൾ ഹൈവേ കളക്ട് ചെയ്യുക. ഹോം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിലേക്ക് എത്തിക്കും.
ബോക്സിന് 400 രൂപയാണ് വെയിറ്റ് പറയുന്നത്. ഇനി DTDC ആണെന്നുണ്ടെങ്കിൽ വിത്ത് പോട്ട് വെയർ പോട്ടായിട്ട് അവൈലബിൾ ആണ്. വിത്ത് പോട്ടാണെങ്കിൽ 5 kg പോട്ട് എടുക്കുന്നതിന് 250 രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അല്ലാത്തതിന് ഓൾമോസ്റ്റ് ഒരു 100 രൂപ 120 രൂപയാണ്. അത് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകൾ അയക്കുക, കോളുകൾ ഒഴിവാക്കുക. കോമ്പോസ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവലി കുറച്ച് ക്ലിയർ സെയിലുള്ള വേറെ പ്ലാന്റുകളുണ്ട്. ഈ കോംബോ അല്ലാത്തത് അത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ 6 കോമ്പോസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂക്കൾ പോയിട്ടുള്ള ചെടികളുടെ പൂക്കൾ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഓരോ പൂക്കളും വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴേക്കും ഇല്ലാത്ത കളേഴ്സ് നോക്കിയിട്ട് ഇനി കോംബോ അല്ലാതെ സിംഗിൾ വാങ്ങിക്കണം എന്നുള്ളവർക്കും അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഗ്രൂപ്പിലേക്ക് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതാണ് ക്ലിയർ സെയിൽ പ്ലാന്റുകൾ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.